ആദ്യം തന്നെ ഞാൻ പറയുന്നത്, എല്ലാവരും ദയവ് ചെയ്ത് ഇയർഫോൺ എടുത്ത് ഘടിപ്പിക്കുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാവാം, ഇല്ലെങ്കിൽ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളതാവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയ പഴയ ഇൻ്റർവ്യൂ വീഡിയോ കാണാം. ാണ് ഏറ്റവും വലിയ അപകടം. എന്താണ് അവിടെ പറഞ്ഞതെന്നുള്ളത്, ഇപ്പോൾ കുണ്ടി എന്നാണ് പറഞ്ഞതെങ്കിൽ അതങ്ങ് കേൾപ്പിച്ച ആൾക്കാർക്ക് പ്രശ്നമില്ല. ബീപ്പിടുമ്പം അപ്പം തന്നെ കുട്ടികൾ അങ്ങോട്ട് നോക്കി എന്താണ് അവിടെ പറഞ്ഞത്, എൻ്റെ അമ്മമാർ ആ പറഞ്ഞത് എന്തിനാ നീ അറിയുന്നത് എന്ന് പറയുന്ന നോട്ടങ്ങളും എംബാരസ്മെൻറ്റ്. എന്താ പറഞ്ഞതെന്ന് അങ്ങ് അറിയിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുല്ല് എന്ന് വിളിച്ചപ്പോഴും അന്ന് സിനിമയിൽ തെറി വിളിച്ചപ്പോഴും ഒരു കാര്യം, നമുക്ക് വിവേചന ബുദ്ധി നന്നായിട്ട് വേണം. അതാരെ വിളിച്ചു, എന്ത് കോണ്ടെക്സ്റ്റിൽ വിളിച്ചു, വളരെ ശ്രദ്ധിക്കണം അല്ലേ. നമുക്കത് ഒരു നല്ല അച്ഛൻ്റെ മുഖത്ത് നോക്കി വിളിക്കാൻ പറ്റൂ. എന്നുവെച്ചാൽ കുടിയനായ ഒരച്ഛൻ സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും നടുപിടിച്ച് ഓടിക്കുന്ന കണ്ടാൽ അതിനപ്പുറത്തെ തെറിയുണ്ടെങ്കിൽ വിളിക്കണം, കുനിച്ചേർത്ത് ഇടിയും കൊടുക്കണം. അത് സമൂഹം പഠിക്കണം, വേണ്ടേ? ഇത് നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ ഒരു 6 വർഷം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു. 6-7 വർഷം മുമ്പുള്ളതായിരിക്കാം. അതിൽ ആൾ പറഞ്ഞാൽ മുഴുവനായിട്ട് അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എബൌട്ട് സെക്സ് എഡ്യൂക്കേഷൻ, നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സെക്സിനെ പറ്റിയുള്ള കാര്യങ്ങളും എല്ലാം ഇത്തിരി ഓപ്പൺ ആയാൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, കുട്ടികൾക്ക് അത്രയ്ക്കെങ്കിലും പക്വത വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മീഡിയയ്ക്ക് സഹായിക്കണം. അപ്പോൾ വീട്ടുകാരും ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന്. പക്ഷേ ഈ തെറിവിളി എന്ന് പറയുന്നത് പലതരത്തിലുള്ള തെറിവിളികളുണ്ട്. സുരേഷ് ഏട്ടൻ്റെ മൂവിയിലുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വിധത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന സീനുകളായിരുന്നു. അങ്ങേര് പറയുന്നത്, തെറി പറയുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം മോശമായിട്ടുള്ള ക്യാരക്ടറിനെ തന്നെയായിരിക്കും അങ്ങേര് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ ഒരു സംഭവമില്ലേ, വിവേചന ബുദ്ധി, ആ ഒരു ബുദ്ധി വരണമെങ്കിൽ ഇത്തിരി പ്രായം വരണം. കുട്ടികൾ എന്താ ചെയ്യുക, നമ്മൾ പറയുന്നതെല്ലാം കോപ്പി അടിച്ച് നടക്കുന്നതാണ് കുട്ടികൾ. ഇപ്പോൾ പിന്നെയും ഇത്തിരിയെങ്കിലും കുട്ടികൾ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കമ്പ്യൂട്ടറിലും മൊബൈലൊക്കെ ആയിട്ട് കുട്ടികൾ അവരുടേതായ ഒരു ലോകത്ത് ബിസിയാണ്. അതേസമയം ഇപ്പോഴും മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില വിഷവിത്തുകളുണ്ട്. ഒരു വീഡിയോ ബൈറ്റിൻ്റെ സീൻ കട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്തുകൊണ്ട് അതിലൊരു നല്ല പാട്ടിനെ കൂടി മിക്സ് ചെയ്ത് ഈ ഇടയായിട്ട് ഒരു 2 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നത് റിലീസായത്. ഞാൻ ഇന്നലെ ഓപ്പൺ ചെയ്തപ്പോൾ മുഴുവൻ അതായിരുന്നു സജഷനിൽ വരുന്നത്. ഇൻസ്റ്റാഗ്രാം റീൽസിൽ സജഷനിൽ വരുന്ന ഒരു വീഡിയോ. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. സംഭവം കണ്ടല്ലോ. ഈ വാക്കിൻ്റെ അർത്ഥം ഇതിൽ ചെയ്തിട്ടുള്ള 700-ൽ പരം ആളുകൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു സൗണ്ടിൽ കേട്ടോ. അതേപോലെ കോപ്പി ചെയ്തിട്ട് ഇടുന്ന വേറെ ആൾക്കാരുണ്ടാവും. അത് ചിലപ്പോൾ 1000-നും 10,000-നൊക്കെ കടന്ന് ചെയ്യുന്നവരുണ്ടാവും. ഇനിയും അത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷേ ഭൂരിപക്ഷം പേർക്കും അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ അത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അഥവാ അർത്ഥം അറിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ആ ചിരിച്ചുകൊണ്ട് ആ വീഡിയോ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കൾച്ചറിൽ വളർന്നിട്ടുള്ള ആളുകൾക്ക് പറ്റിയതല്ല ആ ഒരു ഇതിൽ പറയുന്നത്. ഈ ഒരു ഡയലോഗിന് ശേഷം അവർ മിക്സ് ചെയ്തിരിക്കുന്ന ആ സോങ് ഒന്ന് നോക്കൂ. ഉണ്ണി വളർന്നേ കിളിമകളെ അരിയ കുറുമ്പിൻ പുലരികളിൽ നിന്ന്. അരിയ കുറുമ്പ്, അതായത് മനോഹരമായ ഒരു കുറുമ്പാണ് അവൻ കാണിച്ചത് എന്നാണ് പറയുന്നത്. ഈ ഒരു സംഭവം മിക്സ്ഡ് ആണ്. ഇത് പണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ലോക്കൽ ഏരിയയിലെ അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത മാതാപിതാക്കളുടെ താഴെ വളർന്നിട്ടുള്ള, അങ്ങനെയുള്ളൊരു ഏരിയയിൽ വളർന്നിട്ടുള്ള കുട്ടി പറയുന്ന ഒരു ഡയലോഗാണ് അത്. അതിനെയാണ് എടുത്തിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചേച്ചി വരുമ്പോൾ ആ സഹോദരൻ വന്നിട്ട് നീ എപ്പോൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മോനും ഉണ്ടോ എന്ന് പറഞ്ഞ് മോനോട് ചോദിക്കുമ്പോൾ ഈ മാമനോടാണ് മോൻ ഈ മനോഹരമായ പദം ഉപയോഗിക്കുന്നത്. മാമനെ വർണ്ണിക്കുവാണ് അങ്ങനെ. അത് കേട്ടിട്ട് ചേച്ചി ചിരിക്കുന്ന ചില റീൽസും ഞാൻ കണ്ടു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഡൗട്ട് എനിക്ക് തോന്നിയത്. ഭൂമിയിൽ തന്നെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. അത് മകനാവട്ടെ മകളാവട്ടെ. ഈ അമ്മയെയും മകനെയും തമ്മിൽ പറയാൻ പറ്റുന്നതിൽ ഏറ്റവും മോശമായ ഒരു വേർഡാണ് ഇത്.
ഇതൊക്കെ ഈ ഒരു നമ്മുടെ കൾച്ചറിലേക്ക് ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ ഒരു വേർഡാണത്. ഞാൻ പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. സൗത്തിൽ നിന്ന് പുറത്ത് പോയി നോർത്തിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഒരു കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് അവിടെയുള്ളവർ പക്ഷേ ഇൻറ്റൻഷനലി വിളിക്കുന്നതല്ല എന്നൊക്കെ അവർ പറയും. പക്ഷെ അത് ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ വായ പൊളിച്ചു കഴിഞ്ഞാൽ ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ കൂട്ടിച്ചേർത്തിയുള്ള തെറിയും അമ്മയെയും മോനെയും തമ്മിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള തെറിയുമാണ്. അതേ ഒരു റേഞ്ചിലേക്കാണ് ഇപ്പോൾ മലയാളികളുടെ പോക്ക്. ഇത് വളർച്ചയാണെന്നാണ് ആ പാട്ട് മിക്സ് ചെയ്തുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. എനിക്കതൊരു വളർച്ചയായിട്ട് തോന്നുന്നില്ല. ഈ വീഡിയോ അധികം നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ പൊതുവേ സ്ലോ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റബിൾ ആവണമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്തിരി സ്ലോ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇത്തിരി കറക്റ്റായെന്ന് തോന്നുന്നു. അഥവാ കറക്റ്റായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ എനിക്കിത്തിരി ഉപകാരമായിരിക്കും. വേറൊരു വീഡിയോ കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അമ്മ മകനെ പഠിപ്പിക്കുന്ന സമയത്ത് മകൻ ഇത്രയേ ഉള്ളൂ, 1 മുഴ നീളമുള്ളൂ, അത്ര ചെറിയ ചെക്കനാണ്. അവൻ ഇങ്ങോട്ട് വാടി, അതിന് നിൻ്റെ കയ്യിൽ വടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ആ വീഡിയോ ഇട്ട മഹാനെയാണ് ആദ്യം പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അമ്മാതിരി ചെറ്റത്തരമാണ്. ഒരു അമ്മയോട് കുട്ടി ഇങ്ങനെ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമോ അതോ ആ കുട്ടിയെ ചെറുതായിട്ടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമോ? അത് കുട്ടി കാണിക്കുന്നത് പോട്ടെ, ആ കുട്ടി കാണിക്കുന്നതിനെ പിടിച്ച് പുറം ലോകം അറിയിക്കും. ഇപ്പോൾ എല്ലാ കുട്ടികളുടെ കയ്യിലും സ്മാർട്ട് ഫോണാണ്. അവരൊക്കെ ഇത് കാണും, നല്ല രസമുണ്ടല്ലോ, ഇതൊരു വെറൈറ്റി തോട്ടാണ്. അമ്മ എന്ന് വാങ്ങിച്ച് അമ്മയെ വടിയെടുത്ത് അടിക്കുക, അങ്ങനെയുള്ള ലെവലിലുള്ള ഒരു പോക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? ഈ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ വെറും തമാശയായിട്ട് എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റുമെങ്കിൽ പറ്റുമെന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ. പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമല്ല, ഒരു 99% ആളുകൾക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ് അത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതൊക്കെ റീച്ച് ആവുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഷോർട്ടായിട്ട് തന്നെ നിർത്താമെന്ന് വിചാരിച്ചു. അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഞെക്കിയിട്ട് പോയാൽ മതി.